ഇവിടെ ഈ ഷെഫ് അറിയാതെ മീറ്റ് നന്നായി കുക്ക് ചെയ്യാതെ എടുക്കാണ്. ഇനി അത് ശരിയാക്കാൻ പോലും സമയമില്ല. അത് വിചാരിച്ച് അവിടെയുള്ള എല്ലാവരും ടെൻഷനായി നിൽക്കാണ്. അപ്പോൾ അവിടെ പാത്രം കഴുകാൻ നിൽക്കുന്നവൻ അത് കണ്ട് ടെൻഷനാകാതെ എങ്ങനെ ശരിയാക്കാമെന്ന് ഐഡിയ കൊടുക്കാണ്. അതിനായി മീറ്റ് ഒരു തുണിയിൽ പൊതിഞ്ഞ് മസാല ചേർത്ത് വെള്ളത്തിൽ കുക്ക് ചെയ്യണം. അതിനുശേഷം പ്രിപ്പയർ ചെയ്താൽ ശരിയാകും. എല്ലാ വശവും ഒരുപോലെ കുക്കാകുമെന്ന് കോൺഫിഡൻ്റായി പറയുന്നു. അത് കേട്ട് മറ്റു ഷെഫുകൾ നിനക്ക് തോന്നിയതുപോലെ ഓരോന്ന് പറയാതെ ഉള്ള മീറ്റും കൂടി ഇല്ലാതായാൽ തീർന്നെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുന്നു. പക്ഷെ അവൻ പറഞ്ഞത് കറക്റ്റായ ഐഡിയ ആണെന്ന് സീനിയർ ഷെഫിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ അവനോട് തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പറയുകയാണ്. അതിനായി അവൻ ആദ്യം സവാള കട്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ അവൻ കത്തി ഹാൻഡിൽ ചെയ്യുന്ന രീതിയും കട്ട് ചെയ്യുന്ന രീതിയും ഒരു സീനിയർ ഷെഫിൻ്റേത് പോലെയാണ്. അത് കണ്ട് അവിടെ ഉള്ളവരെല്ലാം ഷോക്കായി നിൽക്കുകയാണ്. അവസാനം അവൻ പറഞ്ഞ രീതിയിൽ കുക്ക് ചെയ്തത് കണ്ട് നോക്കുമ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര രീതിയിൽ പെർഫെക്റ്റായി കുക്കായിരിക്കുന്നു. ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റുമാണ്. അതുകൊണ്ട് അവൻ്റെ ടാലൻറ്റ് കണ്ട സീനിയർ ഷെഫ് അവന് തൻ്റെ അസിസ്റ്റൻ്റായി ചേർക്കുന്നു. ആക്ച്വലി അവന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു ഷെഫ് ആവണമെന്ന് ആഗ്രഹിച്ച് ഒരു സീനിയർ ഷെഫിനോട് കുറച്ചായി ചോദിച്ച് മനസ്സിലാക്കാണ്. രാവിലെ ഇവിടെ പാത്രം കഴുകുന്ന ജോലി എടുത്ത ശേഷമാണ് ഈവനിങ്ങിൽ ആ ഹോട്ടലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ പോലും തയ്യാറാകാതെ അവൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി കഷ്ടപ്പെടുന്നു. എന്നാൽ അവൻ്റെ